ഇലക്ട്രിക് വാഹനത്തിൻ്റെ എ സിയും ഒരു നോർമൽ പെട്രോൾ അല്ലെങ്കിൽ ഒരു ഡീസൽ വാഹനത്തിൻ്റെ എ സി രണ്ടും ഒന്ന് തന്നെയാണോ, അതോ ഇതിലെന്തെങ്കിലും ഡിഫറൻസ് വരുന്നുണ്ടോ? ഇങ്ങനെ കുറച്ച് പേർക്കെങ്കിലും സംശയം തോന്നിയിട്ടുണ്ട്. അതായത് ഇലക്ട്രിക് വാഹനത്തിൽ വരുന്ന എ സി കംപ്രസർ അല്ലെങ്കിൽ എ സിയുടെ യൂണിറ്റിന് എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ സാധാരണ ഐ സി എഞ്ചിൻ വെച്ച് നോക്കുകയാണെങ്കിൽ? ഹായ്, നമസ്കാരം. ഞാൻ രാകേഷ് എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മളിന്ന് പറയാൻ വേണ്ടി പോകുന്നത് ഇപ്പോൾ എൻ്റെ കൂട്ടത്തിലുള്ള കുഷാക്കിൻ്റെ 4 സിലിണ്ടർ 1.5 ലിറ്റർ എഞ്ചിനാണ് നമ്മുടെ കൂട്ടത്തിൽ ഇപ്പോൾ ഉള്ളത്. ഏതായാലും ഈ ഒരു വാഹനം ജസ്റ്റ് ഒരു ഡ്രൈവിന് വേണ്ടി എടുത്തുകൊണ്ട് വന്ന കൂട്ടത്തിൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു കാര്യം കൂടെ പറഞ്ഞു പോയേക്കാന്ന് വെച്ചു. അതായത് ഇപ്പോൾ ഈ വാഹനത്തിൽ വരുന്ന ഒരു നോർമൽ ടൈപ്പ് എ സി കംപ്രസറാണ്, അതായത് ഒരു മെക്കാനിക്കൽ എ സി കംപ്രസറാണ് നമുക്കിവിടെ വരുന്നത്. ഇവിടെ എന്താണ് സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ വാഹനത്തിൻ്റെ എൻജിൻ ഡ്രൈവ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ആ ഡ്രൈവ് ഒരു ബെൽറ്റ് യൂസ് ചെയ്ത് കംപ്രസറിനെ കറക്കിയാണ് നമ്മുടെ ഈ വാഹനത്തിൻ്റെ എ സി എല്ലാം വർക്ക് ചെയ്യുന്നത്. അതായത് ഒരു നോർമൽ ഐ സി എഞ്ചിൻ്റെ എ സികളെല്ലാം വർക്ക് ചെയ്യുന്നത്. പക്ഷേ എല്ലാമെന്ന് ഞാൻ പറയുന്നില്ല. ഹൈബ്രിഡ് വാഹനത്തിന് വ്യത്യാസമുണ്ട്. അല്ലെങ്കിൽ ഇനിയിപ്പോൾ ആരെങ്കിലുമൊക്കെ ചോദിക്കുക, ഹൈബ്രിഡ് വാഹനത്തിന് അങ്ങനെ അല്ലല്ലോ. അല്ല, ഹൈബ്രിഡ് വാഹനത്തിന് വ്യത്യാസമുണ്ടോ? ഹൈബ്രിഡ് വാഹനം വരുന്ന സമയത്ത് അവിടെ ഇലക്ട്രിക് എ സി കംപ്രസറാണ് വരുന്നത്. കുറച്ച് പ്രൈസ്ഡ് ആണ്. അകത്ത് മെക്കാനിക്കൽ യൂണിറ്റ് വരുന്നുണ്ടെങ്കിലും കറക്കാൻ വേണ്ടിയിട്ട് ഒരു മോട്ടോർ യൂണിറ്റ് യൂസ് ചെയ്ത് തന്നെ ഒരു ഡിവൈസാണ് നമ്മുടെ ഇലക്ട്രിക് എ സി കംപ്രസർ എന്ന് പറയുന്നത്. അപ്പം ഇ വി വാഹനത്തിനെല്ലാം വരുന്നത് ഒരു ഇലക്ട്രിക് എ സി കംപ്രസർ യൂണിറ്റ് തന്നെയാണ്. എന്നാൽ അതേ സ്ഥാനത്ത് നോർമൽ ഐ സി എഞ്ചിൻ, അതായത് ഇൻറ്റേർണൽ കമ്പസ്റ്റൻ എഞ്ചിനായ പെട്രോൾ വാഹനം അല്ലെങ്കിൽ ഒരു ഡീസൽ വാഹനത്തിലോ സി എൻ ജി വാഹനത്തിലോ എൽ പി ജി വാഹനത്തിലൊക്കെ വരുന്നത് സാധാരണ മെക്കാനിക്കൽ ടൈപ്പ് ബെൽറ്റ് ഡ്രിവൺ ടൈപ്പ് എ സി കംപ്രസറാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇത് രണ്ടിൻ്റെ വ്യത്യാസം വലിയ സംഭവമൊന്നുമില്ല, ചെറിയൊരു സംഗതി മാത്രമേ ഉള്ളൂ. നമ്മുടെ വീടുകളിലേക്ക് എ സി നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മതി. അത് ഡ്രൈവ് ചെയ്യാൻ വേണ്ടി ഒരു മോട്ടോർ അസംബ്ലി കൊടുക്കുന്നുണ്ട്. ഇലക്ട്രിക് വാഹനത്തിന് ഒരു മോട്ടോർ അസംബ്ലി കൊടുക്കുന്നുണ്ട്. ഹൈബ്രിഡ് വാഹനത്തിന് മോട്ടോർ അസംബ്ലി അതിന് ഇൻബിൽറ്റ് തന്നെ വരുന്നുണ്ട്. ഇലക്ട്രിക് വാഹനത്തിന് ഇൻബിൽറ്റ് ഒരു ഇലക്ട്രിക് മോട്ടോർ വരുന്നുണ്ട്. ആ മോട്ടറിൻ്റെ സഹായത്തോടു കൂടിയാണ് ആ കംപ്രസർ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കവിടെ കിട്ടുന്നൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു വാഹനത്തിനെ ഡ്രൈവ് ചെയ്യിക്കാൻ അല്ലെങ്കിൽ ആ ഒരു കംപ്രസറിനെ ഡ്രൈവ് ചെയ്യിക്കാൻ വേണ്ടി ഇലക്ട്രിക് മോട്ടറാണ് വരുന്നത്. ഐ സി എഞ്ചിന് ഒരു എൻജിൻ ഡ്രിവൺ ആണ് വരുന്നത്. ഇത്രയേ ഉള്ളൂ വ്യത്യാസം. ബാക്കിയുള്ള യൂണിറ്റ്സും കാര്യങ്ങളും എല്ലാം സെയിം ആണ്. വേറെ വ്യത്യാസമോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല.